നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതായത് ഇറാൻ ഇസ്രായേൽ മിസൈലുകൾ വർഷിച്ചത് കാരണം കൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അതിൻ്റെ മേലെയാണ് ഇപ്പോൾ ഒരു കാർമേഘം പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന യുദ്ധഭീഷണി മൊത്തത്തിൽ മുൻനിര ഏഷ്യൻ മാർക്കറ്റിൽ ഒരു പ്രകമ്പനം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൻസെക്സും നിഫ്റ്റിയും വലിയ നഷ്ടത്തിലേക്കാണ് പോയത്. കഴിഞ്ഞയാഴ്ച 74,244 ഈ ഒരു റേഞ്ചിൽ കഴിഞ്ഞയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ സെൻസെക്സ് ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് തന്നെ വലിയ ഒരു നഷ്ടത്തോടെയാണ്. 73,315 തുടക്കം കുറിച്ചത്. ഒരിക്കൽ പോലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കിട്ടിയിട്ടേ ഇല്ല. ഇന്ന് ക്ലോസ് ചെയ്തത് 845 പോയിൻ്റ് നെഗറ്റീവിലാണ്. നിഫ്റ്റി 22,339 സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്കൊരു 259 വരെ താഴ്ന്ന് 22,427 വരെ പോവുകയും ചെയ്തു. പക്ഷേ 246 പോയിൻ്റ് നെഗറ്റീവിൽ, അതായത് 1.10% നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,272. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 791 പോയിൻ്റ് മൈനസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നാലും നിക്ഷേപകർക്ക്, അതായത് ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം 5.18 ലക്ഷം കോടിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. സത്യത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മനോധൈര്യം തന്നെ കെടുത്തുന്ന രൂപത്തിലായിരുന്നു ഇന്ന് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മുഴുവൻ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു ആശങ്ക വിതയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വരാനാണ് സാധ്യത. നിഫ്റ്റി 50യിൽ 50 ഷെയറുകളിൽ 44 ഷെയറുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവിൽ പിടിച്ചു നിന്നത് വെറും 5 ഷെയറുകൾ മാത്രമാണ്. ONGC ആണ് 5.80% ഒരു പോസിറ്റീവിൽ ഒരു റാലി തന്നെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതേപോലെ ഹിൻഡാൽകോ, മാരുതി സുസുക്കി എന്നിവയും തെറ്റില്ലാത്ത പ്രകടനമാണ് ഇന്ന് നടത്തിയിരുന്നത്. ബാങ്കിങ്, ഫിനാൻഷ്യൽ തുടങ്ങിയ സെക്ടറുകളിലാണ് ഇന്ന് വലിയ ഒരു സമ്മർദ്ദം നടന്നത്. നമുക്ക് നാളേക്കുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് സപ്പോർട്ട് 22,250 ആയിരിക്കും നിഫ്റ്റിയുടെ. സെക്കൻഡ് 22,160, തേർഡ് 22,088. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 22,340 ഫസ്റ്റ് റെസിസ്റ്റൻസ്, സെക്കൻഡ് 22,395, തേർഡ് 22,430. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 47,670 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 47,380 സെക്കൻഡും 47,010 വരെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനും താഴെ വരികയാണെങ്കിൽ നല്ലൊരു ഫാള് 46,500 വരെ, 550 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 47,935 ആയിരിക്കും ഫസ്റ്റ്, 48,125 അതിന് മേലെ പോവുകയാണെങ്കിൽ 48,260 എന്നിങ്ങനെ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇൻഡസിൻഡ് ബാങ്ക് ആയിരുന്നു. ഇൻഡസിൻഡ് ബാങ്ക് 1,546 ഒരു സെൽ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്തത് 1,544 1,557 വരെ ഹൈ പോയിട്ടുണ്ട്. 1,544 ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് 1,557 വരെ പോയി. ഓപ്പൺ ചെയ്ത ആ സ്പോട്ടിൽ തന്നെ ഏതായിരുന്നാലും നമുക്ക് എൻട്രി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. തിരിച്ച് മേലെ പോയി താഴെ വരുന്ന സമയത്ത് നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ 1,532 വരെ പോയിട്ടുണ്ട്. സെക്കൻഡ് 15, അതായത് 9:45 ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ 1,530 വരെയും വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് 1,535, സെക്കൻഡ് 1,527 ആയതിനാൽ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് SBI ലൈഫ് ആയിരുന്നു. അതും സെൽ എൻട്രിയാണ് 1,486 ഓപ്പൺ ചെയ്തത് 1,489 ഹൈ ക്രിയേറ്റ് ചെയ്തതും അത് തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരികയാണ് ചെയ്തത്. ആ 15 മിനിറ്റ് ക്യാൻഡിലിൽ തന്നെ 1,469 വന്നിട്ടുണ്ട്.
നമ്മുടെ എൻട്രി 1486 അതുകൊണ്ട് സുന്ദരമായ ഒരു എൻട്രി ലഭിച്ചിരിക്കണം. സെക്കൻഡ് 15 മിനിറ്റ് സെക്കൻഡ് ക്യാൻഡിൽ 1466 വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 1476 സെക്കൻഡ് 1465 ആണ്. നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ 1466 വരെ വന്നിട്ടുണ്ട്. തേർഡ് ക്യാൻഡിൽ 1468. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 1462 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 1465 ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും കൊടുത്ത 2 സ്റ്റോക്കിലും പ്രോഫിറ്റാണ്. നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് IRCTC ആണ്. IRCTC ഒരു സെൽ എൻട്രിയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. 1025 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 1032 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1018 അതേപോലെ തന്നെ 1012 വരെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും താഴെ വരികയാണെങ്കിൽ പരമാവധി SL മൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ബർജർ പെയിൻ്റാണ്. ബർജർ പെയിൻറ്റിലും ഒരു സെൽ എൻട്രിയാണ് നമുക്ക് പോസിബിളായിട്ടുള്ളത്. 542 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 542 നമ്മൾ സെൽ ചെയ്താൽ 546 സ്റ്റോപ്പ് ലോസ് വെക്കണം. അതായത് ഈ ഭാഗത്തായി സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. അതിനുശേഷം 538 535 എന്നിങ്ങനെ ടാർഗറ്റുകൾ വയ്ക്കാവുന്നതാണ്. അതിനും താഴെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് കൂടെ ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്.